സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ ഇന്നലത്തെ നമ്മുടെ രേവതി തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് അങ്ങനെ എണീറ്റ് വന്ന് കുളിച്ച് വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. വിളക്ക് കത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നീ വിളക്ക് കത്തിക്കണ്ട. അതെന്താ അമ്മേ ഞാൻ വിളക്ക് കത്തിച്ചുവിടാത്തെന്ന് പറയുന്നു. നീ ഇനി മുതൽ നീ വിളക്ക് കത്തിക്കണ്ട, എനിക്കിവിടെ ഒരു മരുമകളുണ്ട്, നിന്നെ ഞാൻ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് നീ വിളക്ക് കത്തിക്കണ്ട. അപ്പോൾ ശ്രുതിയെ വിളിച്ചു. ശ്രുതിയാണെങ്കിൽ പല്ലിയായിക്കുന്ന രീതിയിൽ എണീറ്റ് തലമുടിയൊക്കെ കുലച്ചിട്ട് വരാണ്. എന്താ മോളെ, നീ ഇതുവരെയും കുളിച്ചില്ലേ, പല്ല് തേച്ചില്ലേ? ഇല്ല ആൻറ്റി, ഞാൻ ലേറ്റായിപ്പോയി എണീക്കാൻ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി വന്നിച്ചാൽ, എനിക്കറിയാം എനിക്ക് എന്നെ വിളക്ക് കത്തിക്കേണ്ടതായിട്ട് വരുള്ളൂ, അതായത് ഇവക്ക് ഇതിനൊന്നും സമയമൊന്നുമില്ല എന്ന്. അപ്പോഴത്തേക്കും പറഞ്ഞു, എങ്കിൽ മോള് പോയി കുളിക്ക് എന്ന് പറയും. അപ്പോഴത്തേക്കും രേവതിയോട് പറയുന്നു, എങ്കിൽ പിന്നെ നീ വിളക്ക് കത്തിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വിളക്ക് കത്തിച്ച്. ചന്ദ്രയ്ക്ക് അപ്പോഴും ഒരു സംശയമാണ്, ഇവൾ ഇന്നലെ വയ്യാന്ന് പറഞ്ഞ് കിടന്നവൾ ഇന്ന് രാവിലെ വന്ന് കുളിച്ച് റെഡിയായി നല്ല ഫോമിലൊക്കെ നിൽക്കുകയാണല്ലോ, ഇതെന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും ചതിവ് പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ആലോചിച്ച് കൂട്ടുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്കൊരു ചായ ഇട്ടോന് വാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി എന്ത് ചെയ്ത് ചായ ഇടാൻ വേണ്ടി പോയെന്ന് ചായ ഇട്ടു. പഞ്ചസാര അങ്ങോട്ട് എന്ത് ചെയ്തു, രേവതി സ്വപ്നലോകത്ത് നിൽക്കുകയാണ് കേട്ടോ. രേവതിക്ക് കഴിഞ്ഞ ദിവസം നടന്ന സന്തോഷത്തിൻ്റെ സച്ചി കയറിയതിൻ്റെ കാര്യം എല്ലാം അങ്ങ് ഓർത്തോർത്ത് ചിരിയും സന്തോഷവും അങ്ങനെ വരെയാണ്. അങ്ങനെ ചായ ഇട്ടു. ചായയിൽ എന്ത് ചെയ്തു, സ്പൂണ് പഞ്ചസാര അങ്ങ് കോരി ഇടുകയാണ് കേട്ടോ. എത്ര ഇട്ടിട്ടും മതി വരുന്നില്ല. പറഞ്ഞില്ലേ, നമ്മുടെ രേവതി തലേ ദിവസത്തെ ഉള്ള കാര്യങ്ങൾ ഓർത്തോർത്ത് അങ്ങനെ മനസ്സിൽ ചിരിയും വന്ന് അങ്ങനെ പഞ്ചസാര വാരിയിട്ടു. ശരിക്കും പഞ്ചസാര വാരി അങ്ങനെ കൊണ്ട് നമ്മുടെ ചായ കൊണ്ട് നമ്മുടെ രേവതിക്ക് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് കൊടുക്കുമ്പോൾ ചന്ദ്ര എന്ത് ചെയ്ത് ചായ കുടിക്കുമ്പോൾ, എന്തോ അടി നീ കാണിച്ച് വെച്ചേക്കുന്നത്? അപ്പോഴത്തേക്കും എന്താണമ്മേ, അത് ഈ ചായയിൽ മൊത്തവും പഞ്ചസാരയാണല്ലോ. ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ്, എനിക്കും ഇങ്ങൊരു ചായ തന്നേന്ന് പറയുന്നുണ്ട്. ശ്രീകാന്തം വന്നു. ശ്രീകാന്തനും ചായ കൊടുത്തു. അവർ രണ്ടുപേരും ചായ കുടിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ പഞ്ചസാര കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞു, അയ്യോ ഇതിൽ ചേട്ടത്തി കണക്കിനാണല്ലോ പഞ്ചസാര കേട്ടോ, അമ്മയ്ക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. എടി, നിനക്ക് ഷുവറുള്ളതല്ലേ, നീ ഷുവറുള്ളത് കൊണ്ട് നിനക്ക് തോന്നിയതായിരിക്കും, ഇതിൽ കണക്കിന് പഞ്ചസാരയേ ഉള്ളൂ, ഞാൻ കുടിച്ചതല്ലേ ചായ, കണക്കിന് പാകത്തിനേ പഞ്ചസാര ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി എന്ത് ചെയ്യുന്നു, തിരിച്ച് കിച്ചണിലോട്ട് പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചി അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയും ഒരു സ്വപ്നം കാണുന്നത് രേവതി ആശുപത്രിയിൽ ഗർഭിണിയായി കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നേഴ്സ് ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ആരാന്ന്, അത് ഞാനാന്ന്, ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അടുത്ത് വേറൊരു നേഴ്സ് വേറൊരു കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അങ്ങനെ 5 നേഴ്സുമാർ 5 കുഞ്ഞിനെയും കൊണ്ട് ഇത് സച്ചി കണ്ടു. അയ്യോ, ഇത് 5 കുഞ്ഞുങ്ങളോ, ഈ 5 കുഞ്ഞുങ്ങളെയൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ഡ്യൂ അടയ്ക്കണം, എൻ്റെ ഫൈനാൻസ്, എനിക്ക് കാറ് ശരിയാക്കണം, അത് ഇതെന്നൊക്കെ ആലോചിച്ച് പറഞ്ഞ്, അയ്യോ എനിക്ക് 5 മക്കൾ വേണ്ടേ എന്നൊന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അച്ഛാ, എനിക്ക് 5 മക്കളെയൊന്നും വേണ്ട, 5 മക്കളെ വേണ്ടേ? നീ സ്വപ്നം കണ്ടതാണ്ടാ, എന്താണ് നീ കാണിക്കുന്നത്, നിനക്ക് സ്വപ്നത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒരു നാണം കുണുങ്ങി എണീറ്റിട്ട് സച്ചി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ രവീന്ദ്രനോട് വന്ന് ചോദിക്കുന്നു, അച്ഛൻ്റെ ആദ്യത്തെ മോൻ അച്ഛൻ എത്രാമത്തെ മാസത്തിലാണ് പിറന്നതെന്ന് ചോദിച്ചു. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എനിക്കൊരു 11ാമത്തെ മാസം. അപ്പോഴത്തേക്ക് ശ്രുതിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. എടാ, നീ അച്ഛനെ തുലയ്ക്കാൻ വേണ്ടി പിറന്നതാണല്ലോ, അച്ഛൻ്റെ പൈസ തട്ടിക്കാൻ വേണ്ടി പിറന്നവനാണല്ലോ 11ാം മാസത്തിൽ പിറന്നതെന്ന് പറയുന്നുണ്ട്. അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ എത്രാമത്തെ, ഇതൊക്കെ നീ എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ്റെ കാര്യം പിടിയിട്ട് എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞിടാം, നീ എന്തിനാണ് ഇതിനൊക്കെ അന്വേഷിക്കുന്നത്, ഇതൊക്കെ അന്വേഷിക്കുന്നത് നല്ല കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെയെന്ന് പറയുന്നത് രേവതി റൂമിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി ബാത്റൂമിൽ പോകാൻ വേണ്ടി വരികയാണ്. സച്ചിക്ക് നാണം കേട്ടോ. സച്ചി അങ്ങ് എന്ത് ചെയ്യണമെന്നറിയാം. സച്ചി പറയുന്നുണ്ട്, ഇന്നലെ അറിയാതെ പറ്റിപ്പോയതാണ്, ഒന്ന് ക്ഷമിച്ചേക്കണം, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ രേവതിക്ക് നാണം പോലെ ചിരി വന്നേട്ടാ. രേവതി അത് ഓർത്തോർത്ത് ചിരിക്കുന്നുണ്ട്.
അങ്ങനെ എന്താ പറയുക, സച്ചിയും രേവതിയും സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് അവർ കടന്ന് ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞു, ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് അവർ സന്തോഷത്തിലേക്ക് അവർ പിന്നെ ഒരു സ്വപ്ന ലോകത്തിലേക്ക് ഓരോ കാര്യങ്ങളും നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മറക്കരുത് കൂട്ടുകാരെ.